Hi, hello, good evening. Welcome to 90 Plus India's first animated live tuition. Hello. Hello guys. ആർദ്ര ഹായ്. പിന്നെ എവിടെയാണ് എല്ലാവരും? ഹായ് സാർ, ടുമാറോ ഇസ് മൈ ബർത്ത്ഡേ. ആന്റോണിയോ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. അനന്തു, ഗുഡ് ഈവനിങ്. പിന്നെ മെർലിൻ, ഗുഡ് ഈവനിങ്. നിരഞ്ജന, ഗുഡ് ഈവനിങ്. അലൻ, അലൻ അല്ല, ഐലൻ, നിയ, ഫാത്തിമത്ത്, സാര, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അഭിരാജെ, ഗുഡ് ഈവനിങ്. ഏഞ്ചലെ, ഗുഡ് ഈവനിങ്. ഹായ് സാറേ എന്ന് പറയുന്നുണ്ട് ഏഞ്ചൽ സജി. ഹായ് ഏഞ്ചൽ. ലിഡിയ, ഗുഡ് ഈവനിങ്. ആന്റോണി, ഇറ്റ്സ് ദാറ്റ് എനി പിക്ക് ട്രൂ? എനി പിക്ക് ട്രൂ ആണോ എന്ന് എനിക്കറിയില്ലടാ. ഏതോ ഒരു എനിമി. ആ പിന്നെ പ്രഹർഷ, സാറിന്റെ ഹെയർ സ്റ്റൈൽ മാറ്റിയോ? ആ, മുടി വെട്ടി, അത്ര തന്നെ. നിസാന, ഹായ്, ഗുഡ് ഈവനിങ്. അഞ്ജലി, ഹായ്. അഫ്രീന, സാറ സാർ പറയോ, മാത്സ് പഠിപ്പിക്കുന്നുണ്ടോ? പിന്നെന്താ? ഈസ് ദാറ്റ് എനി സ്ലൈഡ്? യെസ്. സാർ ചായ കുടിച്ചു മെർലിനെ. കെയ്നെ, ഹായ്. അനു, ഹായ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് ആരൊക്കെയാ സാർ ഹാൻഡ് റൈസ് ചെയ്തേക്കണേ രാവിലെ തന്നെ? അല്ല സോറി, തുടക്കത്തിൽ തന്നെ. ദേവനാഥും അനസും ആണോ? രണ്ടാൾക്കാരാ? അപ്പൊ വിളിച്ചേ പറഞ്ഞേ. സാർ ക്യാൻ ഐ ഗോ ടു ടോയ്ലറ്റ്? ആ ഓക്കേടാ, ക്ലാസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പോയിട്ട് പോയോ? ആ ആരാ സാർ അത്? ദേവനാഥേ, എന്താടാ? ആണോ? ഓക്കേടാ, ഓക്കെ. അതുകൊണ്ട് അപ്പൊ ഇത്തിരി അന്ന് ഹെൽത്ത് ഒന്ന് ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ എന്നാണ് അതുകൊണ്ടൊന്ന് ചോദിച്ചത് കേട്ടോ. ഓക്കെ ചക്കരെ, റെസ്റ്റ് എടുക്കുക കേട്ടോ. ക്ലാസ് കാണണം, റെസ്റ്റ് എടുത്തോളൂ കേട്ടോ. പിന്നെ ആരാ സാർ? അനസേ, സ്റ്റെക്ക് ആവുന്നുണ്ടോ? ഞാൻ ഇപ്പൊ ചില ടൈമിൽ ഞാനിപ്പൊ വെറുതെ നിക്കാണ് കേട്ടോ. ആ പിന്നെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്താടാ മങ്ങിച്ച പോലെയാ? ശരിയാവും, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും കേട്ടാ. നെറ്റിന്റെ എന്തോ ഒരു കവറേജ് ഇഷ്യൂ ആയിരിക്കും. നോക്കാം. എന്താടാ? ആ എനിക്ക് സുഖം. നിനക്ക് സുഖാണോ? ആ ആയിക്കോട്ടെ, ഇവിടെ മഴയാണ്. അടുത്ത ആരാ സാർ? നിയ. ബേസിക് എക്സാമിന് ഫുൾ മാർക്ക് ആയിരുന്നു നില. ഹായ് നില. ഹായ് ടീച്ചർ, ഐ ആം അനീറ്റ. ആ പറയൂ നിയ. നിയ അൺമ്യൂട്ട് ചെയ്യേ, തമാശ കളിക്കാൻ നിക്കല്ലേ. ആ ഹലോ, എന്താണ്? സുഖം, ആയിക്കോട്ടെ, ശരി എന്നാ. അപ്പൊ സാർ യു ലുക്ക് സോ സൂപ്പർ എന്ന് പറയുന്നുണ്ട് ആന്റോണിയോ. താങ്ക് യു ആന്റോണിയോ. ഹായ് നോമിക, ഹായ് അനീറ്റ. എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിലെ? ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ സാറിനെ കാണുന്നത്. ന്യൂ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ അവിടെ? എനിബഡി ഗൈസ്? ആരെങ്കിലും പുതിയ ചക്രകളുണ്ടോ? ആരൊക്കെയാ സാർ പുതിയ കുട്ടികള്? ഹിരണ്യ, ഹായ് ഹിരണ്യ. ശ്രീലക്ഷ്മി, ഹലോ ശ്രീലക്ഷ്മി. തനീഷ പുതിയതൊന്നല്ല ആണോ? ആ പിന്നെ അൽന ബേസിലെ, ഹായ്. ആരുഷ് ഒന്നും പുതിയതൊന്നല്ല. വൈകിയും പുതിയതാവില്ല. വൈകിനി പുതിയ വൈകിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പുതിയത് വന്ന എല്ലാവർക്കും ഹായ്. അപ്പോ നമ്മള് ബേസിക് സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങൾ എടുത്തു. ലൈക്ക് ഗ്രാഫ്റ്റിംഗ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും വെൽക്കം ആൻഡ് എൻജോയ് യുവർ സ്റ്റേ. സോ നമ്മുടെ സയൻസിലേക്ക്, ബേസിക് സയൻസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു മോട്ടിവേഷൻ എന്നും പറയുന്ന പോലെ, ബി ബ്രേവ്, യു ക്യാൻ ഡു എനിത്തിങ്. ധൈര്യമായിട്ടിരുന്നോളൂ, നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ഓക്കെ നോമിക്ക? സാർ എന്റെ ക്ലാസ് മിസ് ബേസിക് ആണ് പഠിപ്പിക്കുന്നത്, ആണോ നോമിക്ക? ആഹാ. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ടിരുന്നോളൂ, നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത് കേട്ടാ.
മുടിയുടെ ഷേപ്പ് മാറ്റിയപ്പോ ഗ്ലാമർ ആയി എന്ന് പറയുന്നത് എന്നാ റോസ്. താങ്ക് യു. എങ്ങനെ വന്നാലും ഗ്ലാമർ അല്ലടാ. റിഫായ് ഹായ് സാർ. ഹായ് റിഫായ് സാർ. ഞാൻ ന്യൂ അല്ല, അതെനിക്കറിയാം. അപ്പൊ നമ്മള് എവിടെ വരെയാ പറഞ്ഞത്? ഗ്രാഫ്റ്റിംഗ് വരെയാണ് പറഞ്ഞത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ഗ്രാഫ്റ്റിംഗ് ആയിരുന്നു അല്ലെ? ഗ്രാഫ്റ്റിംഗ് ആയിരുന്നു. എന്താ പഠിച്ചത്? ഇൻഡിജീനിയസ് മാംഗോ വെറൈറ്റിയും നീലം മാംഗോ വെറൈറ്റിയും തമ്മിൽ മിക്സ് ചെയ്യിച്ചിട്ടുണ്ടായ പുതിയ വെറൈറ്റി എന്താ ചെയ്തത്? ഒരു റൂട്ട് സ്റ്റോക്ക് ഉണ്ട്, ഒരു സിയോൺ ഉണ്ട് അല്ലെ? റൂട്ട് ഉള്ളത് ഒരു റൂട്ട് സ്റ്റോക്ക് ഉണ്ട്, പിന്നെ ഒരു സിയോൺ ഉണ്ട്. ഏതായിരുന്നു റൂട്ട് സ്റ്റോക്ക്? നമ്മുടെ നാടൻ വെറൈറ്റി ഇൻഡിജീനിയസ് മാംഗോയാണ് എന്ത് ചെയ്തത്? റൂട്ട് ആയിട്ട് വെച്ചത് അല്ലേ? അറിയാം ഫാത്തിമേനെ, എനിക്ക് അറിയാം കേട്ടോ. എനിക്ക് ഇഷ്ടം പറയാം സാറിനെയാണ്. ആണോ പ്രഹർഷ? ഹൗ ആർ യു സാർ? ഐ ആം സുഖം. അപ്പൊ ഗ്രാഫ്റ്റിംഗ് എന്താ പറഞ്ഞത്? ഇൻഡിജീനിയസ് മാംഗോ വെറൈറ്റി റൂട്ട് സ്റ്റോക്ക് ആക്കി വെച്ചിട്ട് മറ്റേത് നീലം വെറൈറ്റിയുടെ സിയോൺ അതിന്റെ തണ്ടെടുത്ത് ഇവിടെ കയറ്റി വെച്ച് ഒട്ടിച്ച് അങ്ങനെയാണ് നമ്മൾ ആ മാംഗോ വെറൈറ്റി ഉണ്ടാക്കിയത്. എന്താണ്? ഗ്രോസ് വെൽ ഇൻ അവർ സോയിൽ, yield mangoes of നീലം വെറൈറ്റി, നോ സ്പെഷ്യൽ കെയർ ഈസ് റിക്വയർഡ്. ആനിമേഷൻ നോക്കിയാൽ എന്താ നമ്മൾ ചെയ്തത്? ചെറിയൊരു കട്ടിങ് നടത്തിയിട്ട് എന്ത് ചെയ്തു? മറ്റേത് കൊണ്ടുവന്ന് വെച്ച് അത് കെട്ടിവെച്ചു അല്ലെ? അത് കെട്ടിവെച്ചിട്ട് എന്ത് ചെയ്തു? റൂട്ട് ഉള്ളതിനെ പറയുന്നത് റൂട്ട് സ്റ്റോക്ക് എന്നാണ്. മറ്റേതിനെ മുറിച്ച് കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവര് വളർന്ന് വലുതായപ്പോ അതിനെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അതെന്തായി മാറി? പുതിയ ഒരു മാംഗോ വെറൈറ്റി ആയിട്ട് മാറി. അതാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഗ്രാഫ്റ്റിംഗ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാ ഗ്രാഫ്റ്റിംഗിന്റെ അഡ്വാൻറ്റേജ്? എന്തൊക്കെയാ? നോട്ട് ചെയ്തിട്ടുണ്ടേ? നോട്ട് ചെക്ക് ചെയ്യില്ലേ ഞാൻ ക്ലാസ് കഴിയുമ്പോ? അപ്പൊ എന്ത് ചെയ്തേക്കണം? നന്നായിട്ട് സ്പീഡില് നല്ല മക്കളായിട്ട് എന്ത് എഴുതി വെക്കുക? നോട്ട് എഴുതി വെക്കുക കേട്ടോ. ഇതാരാ സാറി ഹാൻഡ് റൈസ് ചെയ്തേക്കണേ? ആൻമരിയ സിജോ. ഹലോ ഹലോ ആൻമരിയ, കേൾക്കുന്നുണ്ടോ പറയണത്? ആൻമരിയ പറയണത് എനിക്ക് കേൾക്കാനില്ല കേട്ടോ. ഹലോ സാർ, അടുത്താളെ വിളിക്കുവോ? ഹിരണ്യ. എല്ലാരും ഇത് എഴുതിയേ. ഹിരണ്യ പറഞ്ഞോളൂ മോളെ. അതെനിക്ക് ഒരു എക്സ്ക്യൂസ് ആണോ ഹിരണ്യ? പക്ഷെ ഇത് നോട്ട് എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. എന്ന് അയച്ചു തരും? ഓക്കെ ചക്കരെ, ഓക്കെ കേട്ടോ. അടുത്ത ആരാ സാർ? ദേവനാഥേ. എന്താ? ക്ലിയർ അല്ലാന്നല്ലേ? ബാക്കി എല്ലാവർക്കും ഞാൻ പറയണത് ഓഡിബിൾ ആണോ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? കേൾക്കണില്ലേ? എന്താ എഴുതണത് ക്ലിയർ അല്ല? ഇത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഇത് ഞാൻ പഠിപ്പിക്കാൻ പോണുള്ളൂ. എഴുതിക്കോ, ഞാൻ പഠിപ്പിക്കാൻ പോണുള്ളൂന്ന്. അടുത്തത് ശ്രീയ. എന്താന്ന്? അയ്യോ, ഞാൻ ആ ഹാൻഡ് റൈസ് ചെയ്ത ആൾക്കാരനെയാണ് ഞാൻ വിളിക്കാറുണ്ട്. അപ്പൊ നിങ്ങളവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് നിങ്ങളുടെ അടുത്തത് എഴുതാൻ പറഞ്ഞതാ. ബെസ്റ്റ് ആയിണ്ട്. അടുത്താരാ? പ്രഹർഷ. എന്താ പ്രശ്നം? ഇതെന്താ ഈ പിന്നി ഹാൻഡ് റൈസ് കൂടി വരുന്ന അത്ര നല്ല ശീലല്ല കേട്ടാ. പറഞ്ഞ പ്രഹർഷ. സാറ് ഒന്ന് നെറ്റ്വർക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ പ്രഹർഷ, സെറ്റ് ചെയ്യാം കേട്ടോ. അടുത്തത് ശ്രീലക്ഷ്മി. ഇപ്പോഴും കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഞാനില്ലേ എന്റെ നോട്ട്സ് ഫുള്ള് ഒരേ ബുക്കിലെ എഴുതിയത്. അങ്ങനെ എഴുതാൻ പാടില്ല. എന്ത് ചെയ്യണം? മാറ്റണം കേട്ടാ.
ഞാൻ മാറ്റാൻ വേണ്ടി ബുക്ക് വാങ്ങി. ആ അപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നോട്ട് ടേക്ക് ചെയ്താല് നോട്ട് എഴുതണം ആദ്യമായിട്ടല്ലല്ലോ. വേഗം മാറ്റി വേഗം എഴുതണം. കറക്റ്റ് ആക്കി ഫോളോ ചെയ്ത് എഴുതണം കേട്ടാ. അടുത്ത ആരാ സാർ? അഫ്രീന. ഗുഡ് ഈവനിങ് അഫ്രീന. എന്താ? ഓക്കെ ഓക്കെ അഫ്രീന, അതൊന്നും ചോദിക്കണ്ട കേട്ടോ. ഓക്കെ സാർ, ഓൾ സെറ്റ്. യെസ്. അപ്പൊ ഗ്രാഫ്റ്റിംഗ് ചെയ്ത സാപ്ലിങ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാഫ്റ്റിംഗ് ചെയ്ത് നമുക്ക് ആ ഒരു വെറൈറ്റി ആയിട്ട് കിട്ടിയില്ലേ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാ? ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. എന്താണ്? പെട്ടെന്ന് തന്നെ പൂക്കുകയും കാക്കുകയും ചെയ്യും. നല്ല കാര്യല്ലേ? കുറെ കാലം എടുത്ത് മാങ്ങ ഉണ്ടാവുന്നതാണോ പെട്ടെന്ന് മാങ്ങ ഉണ്ടാവുന്നതാണോ നമുക്ക് നല്ലത്? പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് അല്ലെ. അപ്പൊ എന്താണ്? ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യുന്നു, ഫ്രൂട്ട് ചെയ്യുന്നു. ഞാൻ ചോദിക്കൂട്ടാ, ഗ്രാഫ്റ്റിംഗ് ചെയ്തതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, എന്തൊക്കെയാ പ്രത്യേകത? ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് റിക്വയർസ് ലിറ്റിൽ കെയർ. ചെറിയൊരു കെയർ കൊടുത്താൽ മതി, ചെറിയ കെയർ കൊടുത്താൽ മതി. അധികം കെയർ ചെയ്യൊന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? റിക്വയർ ലിറ്റിൽ കെയർ, കുറച്ച് കെയർ കൊടുത്താൽ മതി. ഗ്രാഫ്റ്റഡ് സീഡ്ലിങ്സ് ആർ ഗ്രോ വെൽ ഇൻ അവർ സോയിൽ. നമ്മുടെ മണ്ണില് ഇത് നന്നായി എന്ത് ചെയ്യും? നന്നായി വളരും. നമ്മുടെ മണ്ണിൽ എന്ത് ചെയ്യും? ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകൾ, സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തൈ എന്നാണല്ലേ അർത്ഥം. അപ്പൊ ഗ്രാഫ്റ്റഡ് സീഡ്ലിങ്സ് ആർ ഗ്രോ വെൽ ഇൻ അവർ സോയിൽ. നമ്മുടെ മണ്ണിൽ അത് നന്നായി വളരും. ഫ്രൂട്ട് വിൽ ഹാവ് ദ ക്വാളിറ്റി ഓഫ് സിയോൺ. സിയോണിന്റെ ക്വാളിറ്റി ആയിരിക്കും ആർക്ക് ഉണ്ടാവുക? ഫ്രൂട്ട്സിന് ഉണ്ടാവുക. റൂട്ട് സ്റ്റോക്കിന്റെ കിട്ടില്ല. ഇപ്പൊ റൂട്ട് സ്റ്റോക്ക് മറ്റേ ഇൻഡിജിനിയസ് മാംഗോന്റെ ആയിരുന്നു റൂട്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അവിടെ കൊണ്ടുവച്ചത് ഏതാ? നീലം മാംഗോ വെറൈറ്റി ആണ്. അപ്പൊ ഉണ്ടാവുന്ന ഫ്രൂട്ട് എങ്ങനത്തെ ഫ്രൂട്ട് ആയിരിക്കും? നീലം വെറൈറ്റി ആയിരിക്കും. ഉണ്ടാവുന്ന ഫ്രൂട്ട് നീലം വെറൈറ്റി ഫ്രൂട്ട് ആയിരിക്കും. രഞ്ജിത ടീച്ചർ, ഇത് കുട്ടികളുടെ ലിസ്റ്റ് എന്താണിത്? 4 പേരുടെ പേര്? വൈഗ, ഗംഗ, അനൈദ്യ, രാജീവൻ, ഋതുനന്ദ്. ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്തോളൂ കേട്ടോ മിസ്. ഓക്കെ, യെസ്. അപ്പോ എന്താ പറഞ്ഞേ? ഫ്രൂട്ട് വിൽ ഹാവ് ദ ക്വാളിറ്റി ഓഫ് സിയോൺ. സിയോണിന്റെ ക്വാളിറ്റി ആയിരിക്കും ആർക്ക് ഉണ്ടാവുക? ഫ്രൂട്ടിന് ഉണ്ടാവുക. കാരണം സിയോൺ ഇവിടെ ഏത് സ്റ്റെമ്മ നമ്മൾ മുറിച്ച് അവിടെ ഒട്ടിച്ച് വെച്ചത്? നീലം വെറൈറ്റിയുടെ ആണല്ലേ. അപ്പൊ നീലം വെറൈറ്റി ആണ് അവിടുത്തെ സിയോൺ. അപ്പൊ ആ നീലം വെറൈറ്റി ക്വാളിറ്റിയുള്ള എന്തായിരിക്കും? ഫ്രൂട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? മനസ്സിലാവണില്ലേ പറയണത്? വേദ ഗുഡ് ഈവനിങ്, മിൻസാഫെ ഗുഡ് ഈവനിങ്. ഓക്കെ, ഓൾ സെറ്റ്? യെസ്. എല്ലാരും നോട്ട് എഴുതിയേ? ആരാ സാർ ഇതൊക്കെ? കെയ്നെ, ദേവാനന്ദ്, ശ്രീ. അൺമ്യൂട്ട്. കെയ്നെ. ഓക്കേടാ, നെറ്റ്വർക്ക് ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ആളാരാ സാർ? ദേവനന്ദ്. ആഹാ, വെരി ഗുഡ്, നൈസ് ബോയ്, കൺഗ്രാറ്റുലേഷൻ. വെരി ഗുഡ്. അടുത്ത ആരാ സാർ? സൈബ. അപ്പൊ അതല്ലേ ഞാൻ എഴുതണമെന്ന് ക്ലാസ് തുടങ്ങുമ്പോഴേ പറയണില്ലേ എന്റെ സൈബ? അതെന്റെ തെറ്റാണോ? എഴുതണട്ടാ, എഴുതിക്കോ. അടുത്തത് അലോണ. അലോണ പറയൂ. ഗുഡ് ഈവനിങ് സർ. പറഞ്ഞു മോളെ. ഞാൻ വീട്ടിൽ ലെയറിംഗ് ചെയ്തു. ആഹാ, വെരി ഗുഡ്, നല്ല കുട്ടി, സക്സസ് ആവട്ടെ ട്ടാ. ഞങ്ങളുടെ ഓക്കെ, ആ വിശേഷം ഞാൻ കേൾക്കാൻ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ക്ലാസ് എടുക്കണ്ടേ? വിശേഷങ്ങൾ മാത്രം പോയാൽ മതിയോ?
ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റീസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ ഞാൻ ഒന്നും കൂടി പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ മാത്രം നിങ്ങളൊന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ കേട്ടോ. അല്ലെങ്കിൽ കാരണം നമ്മൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഇത്തിരി ഡിസ്റ്റർബ് ആവും. അതുകൊണ്ടാണ്, അല്ലാണ്ട് നിങ്ങളുടെ വിശേഷം കേൾക്കാൻ ഞാൻ നിൽക്കും കൂടെ ട്ടാ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകളുടെ പ്രത്യേകത? ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്, ഇമ്പോർട്ടന്റ് പോയിന്റ്. പെട്ടെന്ന് അത് പൂക്കും, പെട്ടെന്ന് കായ്ക്കും. റിക്വയർ ലിറ്റിൽ കെയർ, വലിയ കെയർ ഒന്നും കൊടുക്കേണ്ടതില്ല. ഗ്രാഫ്റ്റഡ് സീഡ്ലിംഗ്സ് ആർ ഗ്രോ വെൽ ഇൻ അവർ സോയിൽ, നമ്മുടെ മണ്ണിൽ നന്നായി വളരും. ഫ്രൂട്ട് വിൽ ഹാവ് ദ ക്വാളിറ്റി ഓഫ് സിയോൺ, സിയോണിന്റെ ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട് ആയിരിക്കും. അതായത് സിയോൺ എന്താണോ ആ ക്വാളിറ്റി ആയിരിക്കും എന്തിനുണ്ടാവുക, ഫ്രൂട്ടിന് ഉണ്ടായിരിക്കുക. ഓക്കെ ഐലേൻ, നല്ല കുട്ടി. Will take a longer period for fruiting if the stem selected as scion is not mature enough. ല്ലേ, എന്താണ് നമ്മള് തോന്നിയ പോലത്തെ ഒരു സിയോൺ എടുത്താൽ മതിയോ? ഒട്ടും മെച്ചുവർ അല്ലാത്ത ഒരു തണ്ടെടുത്ത് ഇവിടെ വെച്ച് ഒട്ടിച്ചാൽ കാര്യമുണ്ടോ? ഇല്ല അല്ലെ. എങ്ങനത്തെ വേണം? നല്ല സിയോൺ എടുക്കണം. എന്താ സിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് സിയോൺ ചോദിക്കുന്നത്. സാറാ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ് കേട്ടോ. സാറാ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ആബ്സെന്റ് ആയിരുന്നോ? അങ്ങനെയാണെങ്കിൽ ആ റെക്കോർഡഡ് ക്ലാസ്സിലെ ലിങ്ക് മേടിച്ച് കാണണം കേട്ടോ. ഫ്രൂട്ട്സ് എക്സാമ്പിൾ ഫോർ ഗ്രാഫ്റ്റിംഗ്, മാംഗോ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണല്ലോ അനശ്വര. അപ്പൊ എന്താണ് ഡിഡ് വി നീഡ് ടു റൈറ്റ് ദിസ് ഓൺലി ദിസ് പോയിന്റ്? ഈ പോയിന്റ് മാത്രം എഴുതുക കേട്ടോ. ഇനി നിങ്ങൾ എന്ത് കാണിച്ചാലും എന്ത് ചെയ്യണം? എഴുതണം ട്ടാ. ഇനി പ്രത്യേകിച്ച് ഒരു ചോദ്യമൊന്നും ഇല്ല അതില്. എഴുതേണ്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ സാറ് പറയാം ട്ടാ. അല്ലെങ്കിൽ ഏതാ എഴുതണ്ടേന്നൊക്കെ, ഇത് എന്ത് കണ്ടാലും എഴുതണം. ഇനിയിപ്പോ അതിലൊരു ചോദ്യോത്തരം ഇല്ല. അപ്പൊ എന്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സിയോൺ എന്തായിരിക്കണം? മെച്ചേർഡ് സ്റ്റെം ആയിരിക്കണം. കുഞ്ഞേ ഒരു സ്റ്റെം ഇപ്പൊ വിടരാൻ തുടങ്ങിയിട്ടുള്ളൂ, ഇലകളൊന്നും ഇല്ലാത്തൊരു സാധനം കൊണ്ടുവന്ന് ഈ റൂട്ട് സ്റ്റോക്കിൽ കൊണ്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറെ നാളെടുക്കില്ലേ അതിൽ നിന്ന് നല്ലൊരു ഫ്രൂട്ട് കിട്ടാൻ. അപ്പൊ എടുക്കുന്നത് എപ്പോഴും എങ്ങനത്തെ ആയിരിക്കണം? മെച്ചേർഡ് ആയിട്ടുള്ള സ്റ്റെം ആയിരിക്കണം. എന്താണ് ഈ മെച്ചേർഡ് ആയിട്ടുള്ള സ്റ്റെം? അത്യാവശ്യം മൂത്തത് എന്ന് നമ്മൾ പറയില്ലേ, അത്യാവശ്യം മൂത്ത ഒരു തണ്ട്, അത്യാവശ്യം മെച്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റെം വേണം എന്തിനെടുക്കാൻ? ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കാൻ, സിയോൺ ആയിട്ട് എടുക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? റൂട്ട് സ്റ്റോക്കും സിയോണും എന്താന്നുള്ളത് മനസ്സിലാവാതെ ഇപ്പോഴും കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. റൂട്ട് ഏതാണ്? മണ്ണിൽ നമ്മൾ കുഴിച്ചിരുന്നത് ഈ ഒരു ഭാഗം വരെയുള്ള റൂട്ടുള്ള പ്ലാന്റ് ആണ് ഏത്? റൂട്ട് സ്റ്റോക്ക്. അവിടെ കൊണ്ടുവന്ന് വെക്കുന്ന തണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സിയോൺ എന്ന് പറയാ. ഓക്കെ, സിയോൺ ആണ് റൂട്ട് സ്റ്റോക്കുമ്പോ കൊണ്ടുവന്ന് കെട്ടിവെക്കുന്നത്. അടുത്തതാണ് മക്കളെ എന്ത്? ബഡ്ഡിങ്. ഇപ്പൊ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു. ഗ്രാഫ്റ്റിംഗ് ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ് ആയിരുന്നു. അടുത്ത മെത്തേഡ് ആണ് ഏത്? ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബഡ്ഡിംഗ് എന്ന് നോക്കാം നമുക്ക്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ തന്നെ കാണുന്നില്ലേ എന്താണ് ബഡ്ഡിംഗ് എന്നുള്ളത്? ഈ ഹാൻഡ് റൈസ് ചെയ്തിരിക്കണവരൊക്കെ എന്താണ് പ്രശ്നം നിങ്ങളുടെ? ഒന്ന് വിളിച്ചേ സാർ എല്ലാവരും. നിഫാൽ. അല്ലാത്തവര് ഇത് എഴുതിയെടുക്കുക കേട്ടോ. അല്ലാത്തവര് ഇത് എഴുതിയെടുക്കുക. ആ ഹാൻഡ് റൈസ് ചെയ്ത ആൾക്കാരെ വിളിച്ചേ സാർ. എന്താ മോനെ, ആരാ സാർ ഇത്? നിഫാലെ. ഉണ്ടാവും. അത് ഏത് മാങ്ങയാണോ നീ സിയോൺ ആക്കിയിട്ട് വെക്കണത് അതിനനുസരിച്ചിരിക്കും. പിന്നല്ലാണ്ട് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതെന്റെ കുഴപ്പമാണോ? അതൊക്കെ അത് നിന്റെ കൈലിന്റെ കുഴപ്പമായിരിക്കും. അത് ഓരോ മണ്ണിനും ഓരോ വെറൈറ്റി ഇല്ലടാ, അതനുസരിച്ച് അതിന്റെ എന്തെങ്കിലും ഇഷ്യൂ കാരണം കൊണ്ടായിരിക്കും. ഉണ്ടാവില്ലോ. അതിൽ കൂടെ എന്തുണ്ടാവൂന്ന്? എന്താ നീ ചോദിക്കണക്ക് മനസ്സിലായില്ല. ഇല്ല, ലീഫ് വരെ ഏതിലാ? ആ ഗ്രാഫ്റ്റ് ചെയ്തേ കൂടെയാ. ആ സിയോണിന്റെ മുകളിൽ കൂടെയാണ് പിന്നീട് വളർച്ച മുഴുവൻ ഉണ്ടാവുക. നീ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്തിനാ നമ്മൾ ഈ ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ഒക്കെ ചെയ്യണേ? പെട്ടെന്ന് സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ഒക്കെ ചെയ്യണേ ട്ടാ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടോന്ന് ചോദിക്കുമ്പോ വീണ്ടും നിനക്ക് അപ്പൊ ഇത് ക്ലിയർ ചെയ്തിട്ട് പോണ്ടേ? അപ്പൊ അടുത്ത ആളാര് സാർ? ഡെനീന. ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പൊ മോള് തൽക്കാലം എഴുതിയിരിക്കും, ഞാനത് കാണിച്ചു തരാം ട്ടാ.
അടുത്തത് ലിയോൺ. ലിയോൺ. ഒരു സ്ലൈഡിൽ ഞാൻ അത്യാവശ്യം കുറേ നേരം നിന്നിട്ടാണ് അടുത്ത സ്ലൈഡിലേക്ക് പോണത്. നിങ്ങൾക്ക് എഴുതി 3 വട്ടം എഴുതാനുള്ള സമയം ഞാൻ തരുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ അത് എഴുതാത്തത് പറഞ്ഞു സാർ. ലിയോണേ ആ ഹലോ ഹലോ നീ പറയണത് ക്ലിയർ ആവണില്ല കേട്ടോ എനിക്ക്. പറഞ്ഞേ എന്താടാ? നീ ഒന്ന് കമന്റ് ചെയ്യോ? നീ പറയണത് ക്ലിയർ ആവണില്ല എനിക്ക്. ഒന്ന് കമന്റ് ചെയ്യോ? അടുത്ത ആളാരാ സാർ? നേരത്തെ സ്ലൈഡ് ഒരു മിനിറ്റ്, നേരത്തെ സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ തൽക്കാലം എഴുത്. അടുത്ത ആളാരാ സാർ? എയ്ബൽ. ഓക്കേടാ, കൺഗ്രാചുലേഷൻസ് ട്ടാ. ഓക്കെ, അടുത്ത ആളാരാ സാർ? സൂര്യരാജേ. ഹലോ, കേക്കാവോ സാർ? പറഞ്ഞോടാ സാറേ. സാർ കഴിഞ്ഞ ക്ലാസ്സില് ഈ ബ്രയോഫിലിയത്തിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? അപ്പം ഇന്ന് ഈ ബ്രയോഫിലിയം എന്ന് പറയുന്ന അതിന്റെ ഇല ഞാൻ ബുക്കിനകത്തൊക്കെ വെച്ചിട്ട് വേരൊക്കെ വന്നായിരുന്നു. വെരി ഗുഡ്. എന്നിട്ട് അതൊക്കെ കുഴിച്ചിട്ട് അവിടെ ചെടിയൊക്കെ വന്ന് മുളച്ചു വന്നായിരുന്നു. മിടുക്കൻ, നല്ല കുട്ടി. അങ്ങനെയൊക്കെ ചെയ്യട്ടാ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കും അങ്ങനെ. ഓക്കെ. അപ്പൊ അടുത്തതാണ് എന്ത്? ബഡ്ഡിങ്. അടുത്തത് പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ്? സ്ലൈഡ് വേണ്ടവരൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് നിൽക്കണം. കിട്ടാത്തവര് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോകരുത്. ക്ലാസ് കഴിഞ്ഞ എന്റെ അടുത്ത് ചോദിച്ചു വാങ്ങണം. ആദ്യം ഞാൻ ടോപ്പിക് എടുത്ത് തീർക്കട്ടെ കേട്ടാ. വാട്ട് ഈസ് ബഡ്ഡിങ്? എന്താ മക്കളെ ബഡ്ഡിങ് എന്ന് പറഞ്ഞാ? ഈ പിക്ചറിൽ നോക്കിയേ നിങ്ങള്. ഈ പിക്ചറിൽ നോക്കിയേ, ഒരു സാധനം ഉണ്ട് അല്ലേ? ഇതേ ഒരു ജീവി ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് ദേ ഓരോ സാധനം ഒരു ബഡ് പോലെ പൊന്തി വരണ കണ്ട? ബഡ് പോലെ പൊന്തി വരുന്നത് കണ്ട? ആ പൊന്തി വരുന്നത് എന്തായി? വളർന്ന് വലുതായി പുതിയൊരു കുട്ടി പോലെയായി. ആ കുട്ടി അതിന്ന് വേർപെട്ട് വേറെ തന്നെ ഒരു കുട്ടിയായിട്ട് മാറിയില്ലേ? വേറെ തന്നെ ഒരു കുട്ടിയായിട്ട് മാറി. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? ബഡ്ഡിങ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഒരു ഓർഗാനിസം അതിന്റെ ഉള്ളിൽ എന്ത്? വേറൊരു സാധനം അതിന്റെ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്നു, ഒരു ബഡ് പോലെ മുളച്ചു വരുന്നു. ആ ബഡ് മുളച്ച് വലിയൊരാളായപ്പോ അത് ആ ശരീരത്തിൽ നിന്ന് വിട്ടിട്ട് വേറൊരു ഓർഗാനിസം ആയിട്ട് മാറുന്നു. ഇതിനാണ് എന്തെന്ന് പറയാ? ബഡ്ഡിങ് എന്ന് പറയാ. ബഡ്ഡിങ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് superior quality planting materials by joining the bud of a superior quality plant with another plant that has roots and belongs to the same species. ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും തമ്മിൽ ഒറ്റ കാര്യത്തിലെ വ്യത്യാസമുള്ളൂ. ഒറ്റ കാര്യത്തിലാണ് എന്ത്? ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും തമ്മിൽ വ്യത്യാസമുള്ളൂ. എന്താണ് ആ കാര്യം? ഗ്രാഫ്റ്റിംഗ് ചെയ്തപ്പോ നമ്മൾ എന്താ? ഒരു റൂട്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ഒരു സിയോൺ ഉണ്ടായിരുന്നു. ഒരു സിയോണും ഒരു റൂട്ട് സ്റ്റോക്കുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എന്താ? ബഡ്ഡിങ്ങിൽ എന്താ? റൂട്ട് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ കൂടെയുള്ളത് ആരാ? ഈ റൂട്ട് സ്റ്റോക്കിൽ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നത് ആരിനെയാണ് റൂട്ട് സ്റ്റോക്കിൽ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നത്? ബഡ്ഡിനെയാണ്. മറ്റേത് ഒരു സ്റ്റെം ആയിരുന്നു. മറ്റേത് നേരത്തെ നമ്മൾ കൊണ്ടുവച്ചത് ഗ്രാഫ്റ്റിംഗിൽ കൊണ്ടുവച്ചത് സ്റ്റെം ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ? എന്തിനെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നത്? ബഡ്ഡിനെയാണ് ഒട്ടിക്കുന്നത്. അതിനെയാണ് നമ്മൾ ബഡ്ഡിങ് എന്ന് പറയാ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബഡ്ഡിങ് എന്ന് പറയാ. നോക്കിയേ, ബഡ്ഡിങ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ. എങ്ങനെയാ? എന്താണ് ബഡ്ഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൊഡ്യൂസിങ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ. എന്താണ് ഈ സുപ്പീരിയർ ക്വാളിറ്റി? നല്ല മുന്തിയ ഇനം എന്നൊക്കെ നമ്മൾ പറയില്ല. നല്ല ഗുണമേന്മയുള്ള സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുക. എങ്ങനെ? ബൈ ജോയിനിങ് ദ ബഡ് ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്. നല്ല സുപ്പീരിയർ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ ബഡ് എടുത്ത് വേറൊരു പ്ലാന്റിന്റെ റൂട്ടുള്ള വേറൊരു പ്ലാന്റിന്റെ അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യണം? ഒട്ടിച്ച് വെക്കണം. അത് ജോയിൻ ചെയ്ത് വെക്കണം. സെയിം സ്പീഷീസ് ആയിരിക്കണം കേട്ടാ. അത് നമ്മൾ ഗ്രാഫ്റ്റിംഗിലും പറഞ്ഞു. മാങ്ങയും ചക്കയും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് കാര്യമില്ല അല്ലെ? എന്ത് വേണം? സെയിം സ്പീഷീസ് ഉള്ളത്. മാങ്ങയാണെങ്കിൽ 2 മാങ്ങയുടെ വെറൈറ്റി എടുക്കുക. റോസാപ്പൂ ആണെങ്കിൽ 2 വെറൈറ്റി റോസാപ്പൂ എടുക്കുക. അതല്ലാതെ ഒട്ടും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള 2 സ്പീഷീസ് കൊണ്ടുവയ്ക്കരുത്. സെയിം സ്പീഷീസിലുള്ള ഒരു സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിന്റെ ബഡും മറ്റേ റൂട്ട് സ്റ്റോക്കിന്റെ കൂടെ അത് കൂട്ടത്തിൽ കൊണ്ടുവന്ന് ജോയിനിങ് ചെയ്ത് വെച്ചിട്ട് നല്ല സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബഡ്ഡിംഗ് എന്ന് പറയുന്നത്.
വീണ്ടും ലെയറിങ് ആൻഡ് ബഡിങ് ഗ്രാഫ്റ്റിംഗ് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റുമൊക്കെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല ലെയറിങ്ങും. പക്ഷെ ഗ്രാഫ്റ്റിംഗ് ചെയ്തപ്പോൾ പിന്നെ എന്തിനാണ്? പക്ഷെ എല്ലാ ചെടികൾക്കും ബഡിങ്ങും ഗ്രാഫ്റ്റിംഗും ഒന്നും നടത്താൻ പറ്റില്ല. അതിനൊക്കെ ഓരോ ചെടികൾക്ക് ഓരോന്നുള്ളതുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, എന്താണ് ബഡിങ്ങിന്റെ പ്രൊസീജിയർ നോക്കിയേ നിങ്ങൾ. ബഡിങ്ങിന്റെ പ്രൊസീജിയർ എഴുതിയെടുക്കണം കേട്ടോ, എഴുതണം. ബഡിങ്ങിന്റെ പ്രൊസീജിയർ എഴുതിയെടുക്കണം. ആദ്യം എന്ത് ചെയ്യാ? Chisel of a bud along with the bark from the branch of a superior quality jackfruit tree. This is the Sion. ഇത് ജാക്ക്ഫ്രൂട്ടിനെ ബഡ് ചെയ്യുന്ന, ജാക്ക്ഫ്രൂട്ട് ബഡ് ചക്കേനെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. ബഡ് ചക്കേനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരു ബഡിനെ എടുക്കുക, ബാർക്കോട് കൂടി എന്ത് ചെയ്യണം? ബഡിനെ എടുക്കണം. എന്താ ബാർക്ക്? ആ തൊലിയോട് കൂടിയിട്ട് അല്ലെ, ആ തൊലിയോട് കൂടിയിട്ട്. അല്ലാണ്ട് ആ ബഡിനെ മാത്രം പൊട്ടിച്ചിങ്ങോട്ട് എടുക്കല്ല. എന്ത് വേണം? തൊലിയോട് കൂടിയിട്ട്, ബാർക്കിനോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? ആ ബഡിനെ എന്ത് ചെയ്യണം? ചെത്തി എടുക്കണം, ചിസൽ ഓഫ് ചെയ്യണം. ഏത്? സുപ്പീരിയർ ക്വാളിറ്റി ജാക്ക് ഫ്രൂട്ട് ട്രീ. അതിനെയാണ് നമ്മൾ സിയോൺ എന്ന് പറയാം. ഇവിടുത്തെ സിയോൺ എന്താണ്? ഈ നമ്മളിങ്ങനെ ചെത്തിയെടുക്കുന്ന ഈ ബഡാണ്. ഈ ഒരു ബഡാണ് ഏത്? ഇവിടുത്തെ സിയോൺ. ഗ്രാഫ്റ്റിംഗിൽ സിയോൺ എന്ന് പറഞ്ഞാൽ സ്റ്റെം ആയിരുന്നു. ഇവിടുത്തെ സിയോൺ എന്താ? ഈ ബഡാണ് ഇവിടുത്തെ സിയോൺ ആയിട്ട് വരുന്നത്. സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിന്റെ ബാർക്കിൽ നമ്മൾ ചെത്തിയെടുക്കുന്ന ആ ബഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിയോൺ എന്ന് പറയുന്നത്. എന്നിട്ട് നോക്കിയേ, എന്ത് ചെയ്യണം? Peel off a bark from the area where the bud is to be inserted in the native jackfruit tree sapling which is grown in pot or grow bag. എന്നിട്ട് എന്ത് ചെയ്യണം? അത് നേരത്തെ അതേ കാര്യം എന്ത് ചെയ്യാം? റൂട്ട് സ്റ്റോക്കിന്റെ, നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആക്കി എടുക്കുന്ന സാധാരണ വെറൈറ്റിയിലെ, സാധാരണ നമ്മുടെ നാടൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചക്ക എടുത്തിട്ട് എന്ത് ചെയ്യണം? അതിന്റെ തൊലി കഷ്ണം എന്താ പറയാ, ചെത്തിയെടുക്കുക. പീൽ ഓഫ് ബാർക്ക് ഫ്രം ദ ഏരിയ വേർ ദ ബഡ് ഈസ് ടു ബി ഇൻസർട്ടഡ്. ബഡ് വെക്കേണ്ട സാധനം നമ്മൾ നേരത്തെ അവിടെ മുറിച്ചെടുത്ത ആ സിയോണ് എവിടെ കൊണ്ടുവെക്കണം? ഈ റൂട്ട് സ്റ്റോക്കിൽ കൊണ്ടുവന്ന് വെക്കണം. അപ്പൊ ആ കൊണ്ടുവന്ന് വെക്കണ ഭാഗം എന്ത് ചെയ്യുക? ചെത്തിക്കളയുക. അതെന്താണ്? ഒരു പോട്ടിലോ ഗ്രോ ബാഗിലോ ഒക്കെ വളരുന്ന ഒരു ചെടിയായിരിക്കും. ഇതാണ് ആ ചെടി. ഇതാണ് പോട്ടിൽ വളരുന്ന ആ ചെടി. അതിന്റെ ഈ ഭാഗത്താണ് എന്ത് ചെയ്യേണ്ടത്? നമ്മള് മുറിച്ച് ചെത്തി കളയേണ്ടത്. അവിടെയാണ് നമ്മൾ എന്ത് കൊണ്ടുവന്ന് വെക്കാൻ പോണത്? എലിയും ബഡുള്ള ഈ ഒരു ഭാഗം അവിടെയാണ് നമ്മൾ കൊണ്ടുവന്നെത്തി ജോയിൻ ചെയ്യിക്കാൻ പോണത്. അവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിക്കാൻ പോണത്. പിക്ചർ ഒന്നും വരയ്ക്കാണ്ട് എന്റെ സാറാ, എന്തോ ഒരുമാതിരി ഇങ്ങനത്തെ ഒക്കെ ചോദ്യം ചോദിക്കണത്. ബഡിങ്. പിന്നെ എന്ത് ചെയ്യണം? അറ്റാച്ച് ദ സിയോൺ വിത്ത് എ പോളിത്തീൻ ടേപ്പ്. ഒരു പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? അറ്റാച്ച് ചെയ്തിട്ട് റൂട്ട് സ്റ്റോക്ക് ഫ്രം ദ വേർ ദ ബാർക്ക് വാസ് റിമൂവ്ഡ് കീപ്പിംഗ് ദ ബഡ് എക്സ്പോസ്ഡ്. എന്ത് ചെയ്യണം? ആ കൊണ്ടുവന്ന സാധനം നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഈ സ്ലൈഡ് ആണോ വേണ്ടേ എന്നാ ചെയ്തിരിക്ക്. സാർ ആൾക്കാരെ വിളിച്ച് ഇത് എഴുതിയെടുത്ത എല്ലാവരും. സൈന ഗ്രാഫ്റ്റിംഗിന്റെയോ ബഡിങ് ഇത് എഴുതി കഴിഞ്ഞോ? ഈ സ്ലൈഡ് എഴുതി കഴിഞ്ഞോ? ഒറ്റ മിനിറ്റ്, ഇപ്പൊ തരാം. കുട്ടികൾ അത് എഴുതില്ല, ഇപ്പൊ തരാം കേട്ടോ. അടുത്തത് ശ്രീലക്ഷ്മി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബുക്ക് മാറ്റി എഴുതണമെന്ന്. അത് ഫസ്റ്റ് തൊട്ട് എഴുതണം. ഒറ്റ ചാപ്റ്റർ അല്ലേ എടുത്തിട്ടുള്ളൂ, 2 ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് തൊട്ട് തന്നെ അടുത്ത സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ കാണണം കേട്ടോ. എനിക്ക് അങ്ങനെയല്ല, വെക്കേഷൻ അത് വേണ്ട. ഓക്കെ, അടുത്തതാരാ സാർ? ആൻവിയ. പറയും മോളെ. പറഞ്ഞോളൂ. ബഡിങ് എന്ന് പറഞ്ഞ എന്താ? ഈ 2 പിക്ചർ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഗ്രാഫ്റ്റിംഗ് എന്താന്ന് മനസ്സിലായ? അതിന്റെ നേരെ ആ ഗ്രാഫ്റ്റിംഗിൽ നമ്മൾ തണ്ടല്ലേ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കണത്. അതിന് പകരം ഇവിടെ നമ്മൾ ബഡാണ് എടുക്കുന്നത്. ബഡ് എന്ന് പറഞ്ഞത് മുകുളങ്ങള്, ഒരു മുകുളം. അതായത് നമ്മളെ ഈ മരത്തിമൊക്കെ കണ്ടിട്ടില്ലേ, ചെറിയ ഇങ്ങനെ ഇലകൾ ഓരോ ഭാഗത്ത് ഇങ്ങനെ വരുന്ന ചെറിയൊരു ബഡ് മുളച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ, ആ ഭാഗം മുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കുന്നത്. ഓക്കെ, മറ്റേത് സ്റ്റെം ആണെങ്കിൽ ഇത് എന്താണ്? ബഡാണ്. അത്രേ ഉള്ളൂ കേട്ടാ. ഏബൽ പറയുന്നുണ്ട് മൈ ബുക്ക് ഇൻ മൈ ക്ലാസ് റൂം. അത് എന്റെ തെറ്റാ? ഞാനാണോ അത് അവിടെ ക്ലാസ് റൂമിൽ കൊണ്ടുവച്ചത്? അടുത്ത ആരാ സാർ? സംപ്രീതേ.
വേണ്ട. പിക്ചറൊക്കെ വരയ്ക്കാൻ നിന്നതിന് നിങ്ങൾക്ക് അതിനെ നേരം ഉണ്ടാവുള്ളൂ കൂട്ടാ. അടുത്താരാ? മുഹമ്മദ് നബാൻ. നബാൻ. സാറേ ആ സാറെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫസ്റ്റ് ഒന്ന് എടുത്ത ഭാഗം കാണിക്കുന്നുണ്ടോ സാറേ? എന്തിനാ? നിനക്ക് സ്ലൈഡ് കിട്ടാനാണോ? അല്ല എഴുതാനാ. ആ അതന്നെ ചോദിച്ച സ്ലൈഡ് കിട്ടാൻ വേണ്ടിട്ടല്ലേ? സ്ലൈഡ് കിട്ടാൻ വേണ്ടിട്ടല്ലേ? നീ ഇതൊക്കെ എഴുതിയെടുക്കണ്ട അപ്പൊ? പിന്നല്ല. ശരിടാ. അടുത്തതാരാ സാർ? ആദിൽ. ആദിൽ. സാർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോടാ. ഇത് എഴുതിയെടുത്തോട്ടോ എല്ലാരും. ആ ഇത് ഇടക്കിടക്ക് ലീവ് ആവുന്നുണ്ട് ക്ലാസ്സിന്റെ. ആര്? അപ്പൊ സാറ് ഇടക്കിടക്ക് പറയുന്നത് കേൾക്കുന്നില്ല. നീ നെറ്റ്വർക്ക് ക്ലാസ്സിന്ന് ഓട്ടോമാറ്റിക്കലി ലീവ് ആയിട്ട് വരുന്നുണ്ട്. നീ ഒന്ന് നെറ്റ്വർക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. ചോദിച്ചപ്പോ നെറ്റ് ഇഷ്യൂ ആണോ? ഓക്കെ ഓക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്ലാസിന്റെ റെക്കോർഡഡ് ലിങ്ക് മേടിച്ച് കാണണം കേട്ടാ. ഓക്കെ. അടുത്ത ആരാ സാർ? അഫ്രീന. അഫ്രീന. അഫ്രീന ആ പറയും മോളെ. ഈ സ്ലൈഡ് കാണിക്കാന്ന് പറയാൻ നേരത്തെ വേറെ ആയിരുന്നില്ലേ? ഓക്കെ ഓക്കെ. അടുത്ത ആള് ജോസഫ്. ജോസഫ്. സാറ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു തരാം. ഓക്കെ. എന്താണ് ബഡ്ഡിംഗ് എന്നല്ലേ? അതല്ലേ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ബഡ്ഡിംഗ് അറിയാത്ത ആൾക്കാരാണോ ഈ ഹാൻഡ് റൈസ് ചെയ്ത് നിൽക്കണേ? നിങ്ങളുടെ സ്ലൈഡിന്റെ കാര്യം എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു സ്ലൈഡ് വേണ്ട, ഒരു അവസാനം എന്റെ അടുത്ത് ചോദിക്കണമെന്ന്. ഞാൻ അത്യാവശ്യം ഒരു സ്ലൈഡിൽ നേരെ നിന്നിട്ടാണ് ഞാൻ പോണത്. അതുകൊണ്ട് മനസ്സിലാവാത്തവര് ഹാൻഡ് റൈസ് ചെയ്യാൻ പറയുമ്പോ മനസ്സിലാവാത്തവര് ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടാ. എന്താ ബഡ്ഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിന്റെ ബഡ് എടുത്തിട്ട്, ബഡ് എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ മുകുളങ്ങൾ വരുന്ന ആ ഭാഗത്തിനെയാണ് ബഡ് എന്ന് പറയാ. അത് നമ്മൾ ചെത്തി എടുത്തിട്ട് എന്ത് ചെയ്യണം, വേറൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വളരണ വലിയ ക്വാളിറ്റി, അത്ര സുപ്പീരിയർ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത എന്നാൽ നമ്മുടെ മണ്ണിലൊക്കെ വളരണ ഒരു പ്ലാന്റ് എടുത്തിട്ട് ആ പ്ലാന്റ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്നാ പറയാ. എടുക്കുന്ന ആ ഒരു ഭാഗത്തിന്, ആ ഒരു ബഡിനെ നമ്മൾ പറയുന്നത് സിയോൺ എന്നാണ്. ഈ സിയോൺ എടുത്ത് എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവന്ന് കെട്ടി ഒട്ടിച്ചു വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ കിട്ടിയാ? ഓക്കേടാ. അടുത്ത ആളാരാ സാർ? ഋഷ്വിൻ. ഒരേ സ്പീഷീസിലുള്ള ആൾക്കാരാവണം കേട്ടാ. മാങ്ങയാണെങ്കിൽ മാങ്ങ തന്നെ എടുക്കണം, റോസാപ്പൂവാണെങ്കിൽ റോസാപ്പൂ തന്നെ എടുക്കണം, ചക്കയാണെങ്കിൽ ചക്ക തന്നെ എടുക്കണം കേട്ടാ. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ സിയോൺ കൊണ്ടുവന്ന് ഇത് എഴുതിയെടുത്തോട്ടാ. അവസാനം സ്ലൈഡ് എന്ന് പറഞ്ഞ എന്റെ അടുത്തേക്ക് വരണ്ട. ഞാൻ അത്യാവശ്യം ഒരു സ്ലൈഡിൽ നിന്നിട്ടാണ് അടുത്തേക്ക് പോണത്. ഇനി നിങ്ങൾ അവിടെ പോയി ഇവിടെ പോയി അങ്ങോട്ട് നോക്കിയിരുന്നിട്ട് എഴുതാൻ നേരം വൈകിയാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്താ ബഡ്ഡിംഗിൽ നടക്കണേ? അറ്റാച്ച് ദ സിയോൺ വിത്ത് എ പോളിത്തീൻ ടേപ്പ് ടു ദ ഏരിയ ഓഫ് ദ റൂട്ട് സ്റ്റോക്ക് ഫ്രം വേർ ദ ബാർക്ക് വാസ് റിമൂവ്ഡ് കീപ്പിംഗ് ദ ബഡ് എക്സ്പോസ്ഡ്. ഇത് നോക്കിയേ, ആ ബഡിനെ പുറത്ത് കാണിച്ചിട്ട്, ബഡ് മാത്രം പുറത്ത് കാണിച്ച് ബാക്കിയുള്ള ഭാഗം മുഴുവൻ എന്ത് ചെയ്യണം, പോളിത്തീൻ ടേപ്പ് കൊണ്ട് കെട്ടിവെക്കണം. എന്താണ്? ബഡ് പുറത്ത് കാട്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒരു പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിവെക്കണം. When the bud starts to grow well, remove the upper portion of the stalk. The saplings can be replanted in the soil when the bud is grown. എന്താണ്? ബഡ് നന്നായി വളരാൻ തുടങ്ങുമ്പോ, കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബഡ് നന്നായി വളരാൻ തുടങ്ങുമ്പോ എന്ത് ചെയ്യുക, അപ്പർ പാർട്ടൊക്കെ റിമൂവ് ചെയ്യുക, ആ മുകളിലത്തെ ഭാഗം കളയുക. അതായത് റൂട്ട് സ്റ്റോക്കിന്റെ നോക്കിയേ,
ഈ ഭാഗത്ത് ഇവിടെ ആയിരിക്കും നമ്മൾ ആ ബഡ് കൊണ്ട് വെച്ചിട്ടുണ്ടാവുക, ഈ ഭാഗത്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഇത് വളരാൻ തുടങ്ങി, ഈ ബഡ് ഇങ്ങനെ വളരാൻ തുടങ്ങി, വലിയൊരു മരമൊക്കെ ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താണ്, ഇവിടുന്ന് മുകളിലോട്ടുള്ള ഭാഗം, ഈ റൂട്ട് സ്റ്റോക്കിന്റെ ഇവിടുന്ന് ഈ മേലോട്ടുള്ള ഈ ഭാഗം മുഴുവൻ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് കളയുക. The saplings can be replanted in soil when the bud is grown. ബഡ് നന്നായി വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് മണ്ണിലോട്ട് നടാം നമുക്ക്. അതുവരെ നമ്മൾ ഏതെങ്കിലും സോയിൽ ബാഗിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്തൊക്കെയാണ് കൊണ്ടുവന്ന് വെക്കേണ്ടത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു നല്ല മണ്ണൊക്കെ നോക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് നടുക. ഓക്കെ, ഇതാണ് എന്ത് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഈ പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ബഡ്ഡിങ് എന്ന് പറയാ. സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, സാർ അമിയൻ എന്ന് വിളിക്കൂ. യെസ്. ഹൗ ക്യാൻ വി പ്രൊഡ്യൂസ് ഡിഫറെന്റ് കളേർഡ് റോസ് ഫ്ലവർ ഇൻ ആൻ ഇൻഡിജീനിയസ് റോസ് പ്ലാന്റ്? ഒരു റോസ് പ്ലാന്റില് അമിയ സെർച്ച് ചെയ്തോളൂ. സ്ലൈഡ്, എന്റെ ദൈവമേ, എത്ര നേരം വേണോ നിങ്ങൾക്ക് ഒരു സ്ലൈഡ് എഴുതാൻ? ആകെ 3 വരിയല്ലേ ഉള്ളൂ അതില്. പിൻ ചെയ്യോ. ഗുഡ് ഈവനിങ് അമിയ, എന്ത് പറ്റി? ബോർഡ് ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്നാണോ പറഞ്ഞത്? ഞാൻ വായിച്ചത് സാറേ ബോറടിക്കണു, ക്ലിയർ ആവണില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. ഇത് എഴുതി കഴിഞ്ഞ എല്ലാരും? എല്ലാവർക്കും നോട്ട് ചെയ്ത് എത്ര സമയം തന്നിട്ട് ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നോട്ട് ചെക്ക് ചെയ്യുമ്പോ കണ്ടില്ലെങ്കിലാണ് എന്റെ സ്വഭാവം അറിയാൻ പോണത്. ഓക്കെ, എഴുതി കഴിഞ്ഞു. അടുത്തത്, ഹൗ ക്യാൻ വി പ്രൊഡ്യൂസ് ഡിഫറെന്റ് കളേർഡ് റോസ് ഫ്ലവർ ഇൻ ആൻ ഇൻഡിജീനിയസ് റോസ് പ്ലാന്റ്? ഒരു റോസാ ചെടിയിൽ, ഒരു നാടൻ ഇൻഡിജീനിയസ് റോസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നാടൻ റോസാ ചെടിയില് എങ്ങനെയാണ് നമുക്ക് പല കളറിലുള്ള റോസാ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുന്നത്? നാടൻ വെറൈറ്റി ചെടിയിൽ തന്നെ എങ്ങനെയാണ് പല കളറിൽ നമുക്ക് റോസാ പൂവ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എങ്ങനെയാ ഉണ്ടാക്കുക? നമുക്കറിയാം എന്ത് ചെയ്യണം. നാടൻ വെറൈറ്റി ഇവിടെ നിൽക്കുകയാണെങ്കിൽ പല കളറുള്ള റോസാ ചെടിയും എന്നുള്ള ബഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാ പോരെ. ഇവിടെ ചോന്ന റോസാപ്പൂ ഉള്ള ബഡ് കൊണ്ടുവച്ചു. ഇവിടെ എന്ത് വെച്ചു, നല്ല വെള്ള റോസാപ്പൂ ഉണ്ടാവണ ബഡ് കൊണ്ട് അവിടെ കൊണ്ടുവന്ന് കെട്ടിവെച്ചു. ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് നല്ല ഒരു ഓറഞ്ച് കളറുള്ള റോസ് പ്ലാന്റ്, അതിന്റെ ബഡ് എന്ത് ചെയ്തു, അവിടെ കൊണ്ടുവച്ചു. അങ്ങനെ പല ടൈപ്പ് എന്ത് ചെയ്ത് ഇനി ഇത് എഴുതണോ ചോദിച്ചു വന്നവർക്ക് നല്ല കേട്ടുട്ടാ. ഇത് എഴുതണം, ഞാൻ പറഞ്ഞില്ലേ. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങനെ പ്രത്യേക ഒരു ചോദ്യം? ഞങ്ങളുടെ റോബോട്ടിന്റെ കൈയല്ല, അതെനിക്കറിയാലോ. നിങ്ങൾ മനുഷ്യന്മാരാന്ന് എനിക്കറിയാലോ. റോബോട്ടിനൊന്നും ഞാൻ പഠിപ്പിക്കണില്ല എന്ന് സാറ് പറഞ്ഞിട്ട് വേണ്ടല്ലോ. എനിക്കറിയാം നിങ്ങൾ മനുഷ്യന്മാരാന്ന്. മനുഷ്യന്മാരൊക്കെ എഴുതി കഴിഞ്ഞോടെ, വേറെ എഴുതി കഴിഞ്ഞപ്പോ വേറെ മനുഷ്യന്മാരുടെ ആൾക്കാരുണ്ട്, മനുഷ്യന്മാരുടെ കൈയുള്ള ആൾക്കാരുണ്ട് ട്ടാ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരു നാടൻ വെറൈറ്റിയിൽ തന്നെ പല കളറുള്ള റോസാപ്പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ ഉണ്ടാക്കാം? Buds taken from different colored rose plants can be budded into different branch of an indigenous rose plant can produce different colored rose flower. സാധാരണ ഒരു നാടൻ വെറൈറ്റി എടുത്തിട്ട് എന്ത് ചെയ്യാ അതിന്റെ ഓരോ ബ്രാഞ്ചിലും നമുക്ക് പല കളർ ഉണ്ടാവുന്ന റോസാ ചെടിയുടെ ബഡ് കൊണ്ടുവന്ന് വെച്ച് ജോയിൻ ചെയ്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് റോസാപ്പൂക്കൾ ഉണ്ടാക്കിക്കൂടെ? ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വീട്ടില് ട്ടാ. സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, പല കളറ് റോസാപ്പൂക്കള് ഒരു ഒറ്റ നാടൻ വെറൈറ്റിയിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് പല റോസാപ്പൂക്കളുടെ ബഡ് എടുക്കുന്നു, ഈ നാടൻ വെറൈറ്റിയുടെ പല ബ്രാഞ്ചുകളിൽ അത് കൊണ്ട് ബഡിങ് ചെയ്ത് വെക്കുന്നു, പുതിയ റോസാപ്പൂക്കൾ നമ്മൾ ഉണ്ടാക്കുന്നു. ഓക്കെ, കിട്ടിയോ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? യെസ്. എഴുതി കഴിഞ്ഞാ? വേഗം എഴുതിയെടുത്തേ. സിമ്പിൾ സാധനം. ഒരാൾ ഇവിടെ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ലൈഡ് മാറ്റിട്ടോ, കാരണം അത്രയും ടൈം തന്നെ വേണ്ടു. ആകെ 2 വരിയല്ലേ ഉള്ളൂ, ഒറ്റ വരിയുള്ളൂ. ഒരാൾ ഇവിടെ യെസ് എന്ന് സാറിന് ഒന്ന് സ്ക്രോൾ ചെയ്യൂ. യെസ്, കഴിഞ്ഞില്ലേ? ഓക്കെ. ഇനി അടുത്ത മെത്തേഡാണ് ഇത് ലെയറിങ്. അപ്പൊ ഗ്രാഫ്റ്റിംഗ് പഠിച്ചോ,
ബഡ്ഡിങ് പഠിച്ചു. അടുത്തതാണ് ഇത് ലെയറിംഗ്. ലെയറിംഗ് എത്രാമത്തെ മെത്തേഡാ? മൂന്നാമത്തെ മെത്തേഡ്. ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞോ, ബഡ്ഡിങ് കഴിഞ്ഞോ, അടുത്ത മെത്തേഡാണ് ഇത് ലെയറിംഗ്. ലെയറിംഗ് ലെയറിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനമാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കൽ പോലും വിചാരിക്കാത്തൊരു സാധനമാണ് ഇത് ലെയറിംഗ്. ലെയറിംഗ് വഴിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഭയങ്കര ഒരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക്. എഴുതിയില്ല റിഫായെ? വേഗം എഴുതിട്ടാ. Layering is the practice of producing plantlets by cutting and planting the stem of a mother plant after generating roots from it. എന്താണ് ഒരു മദർ പ്ലാന്റിൽ തന്നെ അവിടെ ഒറ്റ പ്ലാന്റ് എടുക്കണുള്ളൂ. ലെയറിംഗിൽ നമ്മൾ എടുക്കുന്നത് എന്താ? ഒറ്റ പ്ലാന്റ് എടുക്കണുള്ളൂ, വേറെ പ്ലാന്റ് ഒന്നും എടുക്കില്ല. മറ്റേതിൽ നമ്മൾ 2 ടൈപ്പ് പ്ലാന്റ് ഒക്കെ എടുത്തില്ലേ, 2 വെറൈറ്റി പ്ലാന്റുകൾ, ഒരേ സ്പീഷീസിന്റെ 2 വെറൈറ്റി പ്ലാന്റിങ്സ് ഒക്കെ അല്ലേ നമ്മൾ അപ്പുറത്തെടുത്തത്. സാറ എന്നെ വിളിക്കോ? ഫാത്തിമ സാറ സെർച്ച് ചെയ്തിട്ട് വിളിക്കും. ഫാത്തിമ സാറോടൊക്കെ ഒന്ന് വർത്താനം പറയണം. ലെയറിംഗ് എന്താ പരിപാടി എന്ന് പറഞ്ഞത്? ലെയറിംഗ് is the practice of producing plantlets by cutting and planting the stem of a mother plant after generating roots from it. ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് ട്ടാ. സാറ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എന്റെ സാറ, ഞാൻ എത്ര വട്ടം പറഞ്ഞു എല്ലാതും എഴുതിയിരിക്കണമെന്ന്? പറഞ്ഞില്ലേ ഞാൻ? പിന്നെ എന്നോട് ഈ ക്രൂരത കാണിക്കാൻ പാടണ്ട. എന്താടാ? ഞാൻ എഴുതണം എന്ന് പറഞ്ഞു, എല്ലാം എഴുതിക്കോളൂ. ഇനിയിപ്പോ ഒരു ചോദ്യോത്തരം വേണ്ട ട്ടാ. പെട്ടെന്നൊന്നും മാറ്റണില്ല. വേണ്ട നേരം തന്നിട്ടാണ് ഞാൻ മാറ്റുന്നത്. പെട്ടെന്നൊന്നും ഞാൻ മാറ്റണേ ഇല്ല. ഓക്കെ അതൊക്കെ. അപ്പൊ നമുക്ക് കാണാം. ലെയറിംഗ് എന്താണ്? മദർ പ്ലാന്റിൽ തന്നെ എന്താണ്? പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിംഗ് ദി സ്റ്റെം ഓഫ് ദി മദർ പ്ലാന്റ്. ഈ ഒരു തണ്ടിൽ നിന്ന് റൂട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? പുതിയൊരു ചെടിയാക്കി മാറ്റുന്നു. ഈ ഒരു മെത്തേഡാണ് എന്ത്? ലെയറിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡാണ് എന്ത്? ലെയറിംഗ്. എന്താണ്? ലെയറിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്. ഇത് എന്താണ്? തയ്യകൾ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. എങ്ങനെയാണ് അവിടെ തയ്യകൾ ഉണ്ടാക്കുന്നത്? ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിംഗ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട് ഫ്രം ഇറ്റ്. ഒരു മദർ പ്ലാന്റിന്റെ സ്റ്റെമ്മില് റൂട്ടുകൾ ഉണ്ടാക്കിയതിന് ശേഷം, വേര് വേണ്ടേ അവിടെ കൊണ്ടുവന്ന് നടാൻ, വേര് വേണ്ടേ? ആ റൂട്ടുകൾ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മൾ മണ്ണിൽ കൊണ്ട് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെയറിംഗ് എന്ന് പറയുന്നത്. ഏതൊക്കെ പ്ലാന്റുകളിലാണ് ലെയറിംഗ് നടക്കുക? എക്സാമ്പിൾ നോക്കിയേ. In plants such as guava, sapota, java apple എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പയ്ക്കാണ് കേട്ടോ. And almond fig rooting can be induced in the stem of a mother plant. This stem with roots can be cut and planted. ഇവരിലൊക്കെ ഈ മരങ്ങളുടെ ഒക്കെ സ്റ്റെമ്മിൽ നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാം? റൂട്ട് ഉണ്ടാക്കിയിട്ട് ആ സ്റ്റെമ്മിൽ തന്നെ, ആ കട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്തുണ്ടാക്കാം? റൂട്ടുകൾ ഉണ്ടാക്കാം. റൂട്ടുകൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം? അത് കട്ട് ചെയ്തിട്ട് എവിടെ കൊണ്ട് നടാം? മണ്ണിൽ കൊണ്ടുവന്ന് നടാം. ഈ മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെയറിംഗ് എന്ന് പറയുന്നത്. ലെയറിംഗ്. ഇതെടുത്ത് എല്ലാവരും സാറിന് വിളിച്ചേ. സനുഷേ, ലെയറിംഗ് ആണോ? ലെയറിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു പ്ലാന്റിൽ മാത്രം നടക്കുന്ന പരിപാടിയാണ്. മറ്റേ പോലെ 2 പ്ലാന്റ് ഇല്ല അവിടെ, ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ട്ടാ. അതിൽ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റെമ്മിൽ, ആ പ്ലാന്റിന്റെ ഒരു സ്റ്റെമ്മിൽ നമ്മൾ റൂട്ട് ഉണ്ടാക്കും. എന്നിട്ട് ആ ഭാഗം എടുത്തിട്ട്, ആ റൂട്ട് ഉണ്ടായ ഭാഗം എടുത്തിട്ട് എന്ത് ചെയ്യുക? മണ്ണിൽ കൊണ്ടുവന്ന് നട്ട് പുതിയ പ്ലാന്റ് ആക്കി മാറ്റുക. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലെയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായ? ഓക്കെ ചക്കര. അടുത്ത ആരാ സാർ? അനുവിന് സ്ലൈഡ്. തരാം. ഇപ്പൊ എഴുതിയിരിക്കും കേട്ടാ. സ്ലൈഡ് കിട്ടാതെ എന്റെ മക്കൾ ഇവിടുന്ന് പോവില്ല. നിങ്ങളത് ക്ലാസ് കഴിഞ്ഞാലും ഞാൻ തരും കേട്ടാ. അടുത്ത ആളാരാ? സ്ലൈഡിന്റെ കാര്യം പറഞ്ഞ ആരും ഇവിടെ നിക്കണ്ട. സ്ലൈഡ് ഞാൻ തരും. അല്ലാത്തവരാണ് ഈ ഹാൻഡ് റൈസ് ചെയ്യണത്. ഇനി ഹാൻഡ് എന്താ പറയാ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ട് സ്ലൈഡ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ സാർ? ആരാണേ? എന്താ മോനെ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത ആരാ സാർ? അലോണ.
ഈ ബഡ് ചെയ്ത ബഡ് ഉണ്ടല്ലോ അത് നമ്മള് സോയിലേക്ക് റീപ്ലാന്റ് ചെയ്യണോ? വേണം. അത് വളർന്നതിന് ശേഷം ആ ബഡൊക്കെ ആയി ഒന്ന് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സോയിലിലേക്ക് റീപ്ലാന്റ് ചെയ്യാം കേട്ടാ. ഓക്കെ. അടുത്ത ആരാ? ദ്വീപേ. എന്തോ മറ്റേ ട്രീ ഉണ്ടല്ലോ, ട്രീ ഉണ്ട്. അതിപ്പോ ഫസ്റ്റ് എണ്ണം വെച്ചില്ലേ, കട്ട് ചെയ്യണമെന്ന് നിർബന്ധം. അതിന്റെ മോൾ ഭാഗം അല്ലേ, വളർന്നതിന് ശേഷം അതിന്റെ മോൾ ഭാഗം. അതല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ഈ വലിച്ചെടുക്കുന്ന റൂട്ടിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലം ഇതൊക്കെ അവനും കൂടി കിട്ടില്ല. അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് വേണ്ടത് ഇപ്പൊ നല്ല മാംഗോ വെറൈറ്റിയുടെ അല്ലെങ്കിൽ നല്ല ചക്ക മാത്രല്ലേ നമുക്ക് വേണ്ടോ. അപ്പൊ നല്ലേക്ക് മാത്രം എല്ലാം കൊടുത്താ പോരെ. അതുപോലെ ഇപ്പൊ ഗ്രാഫ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ചെടികള് റോസ് സാർ പറഞ്ഞില്ലേ, അതുപോലെ ചെയ്ത എന്താ പറയാ ഈ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുന്നത് കിട്ടില്ലല്ലോ. മറ്റേ ബഡിങ്ങിലല്ലേ, ഗ്രാഫ്റ്റിങ്ങിലല്ലേ ഞാൻ പറഞ്ഞു, ബഡിങ്ങിലല്ലേ അങ്ങനെയുള്ളത്. അത് കുഴപ്പമില്ല. അതിപ്പോ സാധാരണ ഒരു മാവാണെങ്കിലും സാധാരണ ഒരു മാവിന് ഇത്രയും അധികം സ്റ്റെം ഉണ്ടാവില്ലേ. നമ്മൾ എന്ത് ചെയ്യും, റൂട്ട് സ്റ്റോക്കിനെ ഇതിന്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കളയല്ലേ. നമ്മൾ എന്താ പറഞ്ഞ, ആ സാധനം വളർന്നു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞേ. അപ്പൊ ആ മാവിന് കിട്ടേണ്ടത് ഈ തണ്ടിനും ഇവിടുത്തെ തണ്ടിനും കിട്ടിയോണ്ട് വല്ല കുഴപ്പമുണ്ടോ? അത്രേ ഉള്ളൂ ട്ടാ. നല്ല ഡൗട്ടാ അത് ട്ടാ. ഓക്കെ. അപ്പൊ ലെയറിങ്ങിന്റെ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞത്. ലെയറിങ്ങിനാണ് നിങ്ങൾ ലെയറിങ് ചെയ്തിട്ടുണ്ടല്ലേ വീട്ടിൽ നിന്നാണ് മിടുക്കന്മാർ. ഇത്രയും പ്ലാന്റുകളൊക്കെയാണ് എന്ത് ലെയറിങ് ചെയ്യുന്ന പ്ലാന്റുകളുടെ എക്സാമ്പിൾ ആണ് ഈ പ്ലാന്റുകളൊക്കെ. അപ്പൊ ഈ ഒരു ആനിമേഷൻ നോക്കി എങ്ങനെയാ ലെയറിങ്. എല്ലാവരും ഈ ആനിമേഷൻ ശ്രദ്ധിച്ചോ. ആനിമേഷൻ ശ്രദ്ധിച്ചാൽ തന്നെ ലെയറിങ് എന്താണെന്നുള്ളത് എന്റെ മക്കൾക്ക് മനസ്സിലാവട്ടെ. നോക്കിയേ, നമ്മൾ എന്ത് ചെയ്യുന്നു, മദർ പ്ലാന്റിന്റെ സ്റ്റെമ്മിലെ റൂട്ട് ഉണ്ടാവാൻ വേണ്ടിട്ട് ആ ചെറിയ ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ പീറ്റും സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് വളങ്ങളൊക്കെ കൊണ്ടുവച്ച് നമ്മൾ അവിടെ കെട്ടിവെച്ചിട്ടോ അതിൽ നിന്ന് റൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ റൂട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാലോ അതിന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു പോട്ടിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. വേറൊരു പോട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ച് അത് ഇത്തിരി വളർന്ന് വലുതായാൽ നമുക്ക് എന്ത് ചെയ്യാം, മണ്ണിലേക്ക് മാറ്റി നടാം. ഇതാണ് എന്ത് ലെയറിങ്. ഒന്നും കൂടി കണ്ടോ എന്താ ലെയറിങ് എന്ന് നോക്കിയേ. മുറിച്ചു, നമ്മൾ അവിടെ പീറ്റ് കൊണ്ടുവച്ചു, കെട്ടിവെച്ചു. വളങ്ങളാണ്, മണ്ണും വളമൊക്കെയാണ് കൊണ്ടുവന്ന് വെച്ചത്. എന്നിട്ട് കെട്ടിവെച്ചു. എന്തിനു വേണ്ടിയിട്ടാ? റൂട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ റൂട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. റൂട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോഴോ അതൊടിച്ച് നമ്മൾ എന്ത് ചെയ്തു, വേറൊരു പാത്രത്തിൽ കൊണ്ടുവച്ച് നമ്മൾ എന്ത് ചെയ്തു, അതിനെ വളർത്തി. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റത്തെ സ്റ്റേജ് എന്താ. ഫസ്റ്റത്തെ സ്റ്റേജ്, select a pencil sized stem of the mother plant. It is better to select it from the main stem. മെയിൻ സ്റ്റെമ്മിൽ നിന്നൊരു തണ്ട് സെലക്ട് ചെയ്യാം. മെയിൻ സ്റ്റെമ്മിൽ നിന്ന് നമ്മൾ ഒരു തണ്ട് സെലക്ട് ചെയ്തു, അത് കട്ട് ചെയ്തു. മേക്ക് എ കട്ട് ഓഫ് 2 to 3 cm ലെങ്ത് ഇൻ എ സർക്കുലർ ഷേപ്പ് ഓൺ ദ ബാർക്ക് ഇൻ ബിറ്റ്വീൻ 2 നോട്ട്സ് ഓഫ് ദ സ്റ്റെം. മുഴുവൻ അത് കട്ട് ചെയ്തെടുക്കല്ലേ ചെയ്യണേ. ഇതൊരു മരമാണെങ്കിൽ ഇതൊരു സ്റ്റെം ആണെങ്കിൽ അതിന്റെ ഇത്രയും ഭാഗം റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. മുഴുവൻ കട്ട് ചെയ്ത് കളയില്ല, അതിന്റെ തൊലി മാത്രം നമ്മൾ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, apply a slightly wet mixture of cocoa peat, soil and cow dung powder to this area. അവിടെ എന്തൊക്കെ കൊണ്ടുവന്ന് വെക്കണം, ചെറിയൊരു ഭാഗം നമ്മൾ തൊലി മാത്രമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പൊ അത്രയും ഭാഗം ഉണ്ട് അല്ലെ. അവിടെ നമ്മള് ചാണകം, അതേപോലെ ചകിരിച്ചോറ്, കൊക്കോ പീറ്റ് എന്ന് പറഞ്ഞ ചകിരിച്ചോറാണ്. ചകിരിച്ചോറ്, ചാണകം, മണ്ണ്, ഇതിന്റെ ഒക്കെ എന്താണ് മിക്സ്ചർ നമ്മൾ സെലക്ട് ചെയ്തു. മിക്സ്ചർ നമ്മൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുവന്ന് അത് റാപ്പ് ചെയ്ത് വെക്കുക, കെട്ടി വെക്കുക. ഒരു പോളിത്തീൻ ബാഗ് ഉപയോഗിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് കെട്ടി വെക്കുക. വാട്ട് ആർ ദി ഏരിയാസ് ഇഫ് റിക്വയർഡ്. ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യണം, വെള്ളം ഒഴിക്കണം. ആവശ്യമുണ്ടെങ്കിൽ, നനവുണ്ടെങ്കിൽ വേറെ ഒഴിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. Roots will sprout in the area of layering within 2 months. 2 മാസത്തിനുള്ളിൽ എന്ത് ഫോം ചെയ്യും, അവിടെ റൂട്ട് ഫോം ചെയ്യും. 2 മാസത്തിനുള്ളിൽ റൂട്ട് ഫോം ചെയ്യും. Cut the stem just below the area of layering and this can be planted in a flower pot or grow bag. അത്ര മതി. എന്ത് ചെയ്യുക, റൂട്ട് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റെം കട്ട് ചെയ്തിട്ട് ഒരു ഫ്ലവർ പോട്ടിലോ ഒരു ഗ്രോ ബാഗിലോ കൊണ്ടുവെക്കുക. അപ്പൊ പിന്നെ ഇത് അതെന്ത് ചെയ്യും, അത് നന്നായി വളരാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനെ മണ്ണിലോട്ട് മാറ്റിയിടുക, മണ്ണിലേക്ക് മാറ്റി വെക്കുക. ഓക്കെ, ഇതെല്ലാരും എഴുതിയെടുത്തേ. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ അതിന്റെ സ്റ്റെപ്പായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സാർ സ്ലൈഡിന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞു, സ്ലൈഡിന്റെ കാര്യം പറഞ്ഞ ആരും വരണ്ട. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടാ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഗ്മെന്റ്.
ഐലിൻ ക്യാമറ ഓഫ് അല്ലേ? അതെ. ക്യാമറ ഓഫ് ചെയ്തവരുടെ ഡൗട്ട് ഒന്നും എനിക്ക് കേൾക്കണ്ട. ക്യാമറ ഓൺ ചെയ്തിരിക്കണവരുടെ ഡൗട്ട് കേട്ടാൽ മതി എനിക്ക്. ഉത്തരയ്ക്ക് എന്ത് ഉത്തരമാണ് വേണ്ടത്? ഫസ്റ്റത്തെ ലെയറിംഗാ? സ്റ്റേജ് 1 നമ്മൾ ആ മദർ പ്ലാന്റ് എടുത്തില്ലേ, അതിലൊരു സ്റ്റെം സെലക്ട് ചെയ്യണം. ആ സ്റ്റെം പെൻസിൽ സൈസർ എന്ന് പറഞ്ഞ ഒരു പെൻസിലിന്റെ വലിപ്പമുള്ള ഒരു സ്റ്റെം സെലക്ട് ചെയ്തിട്ട് നമ്മൾ റൗണ്ടിൽ അത് കട്ട് ചെയ്യുക. മുഴുവൻ ഒടിച്ചെടുക്കല്ല, റൗണ്ടിൽ അതിന്റെ തൊലിയൊക്കെ കട്ട് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടാ. ഓക്കെ സാർ, ഇത് സ്കൂളിൽ നോട്ടിൽ എഴുതി തന്നാ ഞാൻ പറഞ്ഞത് കേക്കേബിലെ ആബേലെ. ആ തനീഷ, അത് യു തിങ്ക് മിൻസാഫെ, ഞാൻ പറയണു അത് എഴുതണമെന്ന്. മിൻസാഫ് അങ്ങനെ പലതും ചിന്തിക്കാം, പക്ഷെ ഞാൻ പറയണു നീ അത് എഴുതണമെന്ന്. ഹലോ, മിണ്ടൂലാന്നോ? ഡൗട്ട് വല്ലതുണ്ടോ തനീഷ? ആൾക്കാര് കൊറേ ക്യൂ നിക്കുന്നുണ്ട്. പറയൂ, ചോദിക്കണ്ടെങ്കിൽ ചോദിക്കൂ. ചോദിക്കൂ. ഇല്ല, സ്ലൈഡിന്റെ കാര്യം. ആ ഒരു മിനിറ്റ്, ഡൗട്ട് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ മാറ്റി കഴിഞ്ഞാൽ ഈ കുട്ടികൾ മുഴുവൻ എഴുതിയെടുക്കണവരൊക്കെ അത് എഴുതിയെടുക്കാൻ പറ്റാണ്ടേ ആവില്ലേ? ലെയറിങ്. ലെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു മദർ പ്ലാന്റ് സെലക്ട് ചെയ്തു. അതിലത്തെ മെയിൻ സ്റ്റെമ്മിൽ ഒരു പെൻസിലിന്റെ അത്രയും വലിപ്പമുള്ള ഒരു സ്റ്റെം നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് അത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണു, അവിടെ നമ്മള് കൊക്കോപീറ്റും സോയിലും പൗഡറും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അത് നമ്മൾ കെട്ടി വെച്ചു. അവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിൽ റൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു, വേറൊരു പോട്ടിലേക്ക് മാറ്റിയിട്ട് അവിടെ കൊണ്ടുവന്ന് നട്ട് അത് വളർന്ന് വലുതായ നമുക്കത് മണ്ണിലേക്ക് അത് റൂട്ട് ഉണ്ടായതിനു ശേഷമാണല്ലോ അവിടെ നിന്ന് പൊട്ടിച്ചെടുക്കണത്. ഓക്കെ സാർ, വിച്ച് മിക്സ്ചർ വി വാണ്ട് ടു പുട്ട് ഓൺ ദ ലെയറിംഗ്? ലെയറിംഗിൽ ഇടാൻ പറ്റിയ മിക്സ്ചർ എന്താണ്? ഈ നമ്മുടെ മറ്റേ ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും ഒക്കെ അടങ്ങിയിട്ടുള്ള മിക്സ്ചറാണ് നമ്മൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുക. അടുത്തത്, എഴുതി കഴിഞ്ഞു എന്ന് കമന്റ് ചെയ്യണം കേട്ടാ. ആരാണ് മിടുക്കന്മാരായിട്ട് ഫസ്റ്റ് എഴുതണേന്ന് നോക്കട്ടെ ഞാൻ. ആമില. ഇവിടെ ഓക്കെ ആണ് കേട്ടോ മോള്, നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, വേറെ ആരും ആ ഇഷ്യൂ പറഞ്ഞിട്ടില്ല. റിഫായ് സ്റ്റെം അല്ല, അത് ഗ്രാഫ്റ്റിംഗാ. സ്റ്റെം അല്ല ബഡ്ഡിങ്ങില് എന്താണ്, ബഡാണ് എടുക്കണത് കേട്ടാ. മാംഗോന്റെ സ്റ്റെം എടുത്തിട്ട് സ്റ്റെം എടുക്കേണ്ട പരിപാടി ഇല്ല അതിലെടുക്കണത് ബഡാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് എന്ത് മക്കളെ ലെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്ലാന്റ്സ് വിത്ത് ഡിഫറെന്റ് ലെയറിംഗ് മെത്തേഡ്. 2 ടൈപ്പ് ലെയറിംഗ് ഉണ്ട്. ഈ പേര് എഴുതി വെച്ചേ, 2 ടൈപ്സ് ലെയറിംഗ്. 2 ടൈപ്പ് ലെയറിംഗ് ആണുള്ളത്. 2 ടൈപ്പ് ലെയറിംഗ് ഏതൊക്കെയാണ്? എയർ ലെയറിംഗ് ആൻഡ് സെർപെന്റൈൻ ലെയറിംഗ്. ഏതൊക്കെയാണ്? എയർ ലെയറിംഗ് ഉണ്ട്, സെർപെന്റൈൻ ലെയറിംഗ് ഉണ്ട്. പേരെഴുതി വെച്ചേ. ലെയറിംഗ് എഴുതിയിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 2 ടൈപ്പ്? എയർ ലെയറിംഗ് ഉണ്ട്, സെർപെന്റൈൻ ലെയറിംഗ് ഉണ്ട്. എയർ ലെയറിംഗ് ഉണ്ട്, സെർപെന്റൈൻ ലെയറിംഗ് ഉണ്ട്. എയർ ലെയറിംഗ് ഉണ്ട്, സെർപെന്റൈൻ ലെയറിംഗ് ഉണ്ട്. ഓക്കെ യെസ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എയർ ലെയറിംഗ് നടത്തുന്ന ചെടികൾ. നമ്മുടെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എയർ ലെയറിംഗ് നടത്തുന്ന ചെടികൾ? ഗാവ, കാഷ്യൂ ട്രീ, സപ്പോട്ട, റോസ്, ചാമ്പക്ക. ജാവ ആപ്പിൾ എന്ന് പറഞ്ഞ ചാമ്പക്കയാണ്. ഫിഗ്, ആൾമണ്ട്. ഇത്രയുമാണ് എന്ത് എയർ ലെയറിംഗ് നടത്തുന്ന ചെടികൾ. സെർപെന്റൈൻ ലെയറിംഗ് നടത്തുന്ന ചെടികൾ ഏതൊക്കെയാ? ബൊഗെയിൻവില്ല, ജാസ്മിൻ,
ബെറ്റൽ എന്ന് പറഞ്ഞാൽ വെറ്റിലയാണ്. പെപ്പർ, ഗ്രേപ്സ്, ക്രിസാന്തിമം, ജമന്തി, ഇത്രയും ചെടികളാണ് ഏത് സെർപെന്റൈൻ ലെയറിംഗ് നടത്തുന്നത്. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതി വെച്ചേ. സാർ ബോർഡ് ക്ലിയർ തന്നെയല്ലേ? ബോർഡ് ക്ലിയർ ആണല്ലോ മിസ്സേ. നെറ്റ്വർക്ക്, ഇവിടുത്തെ നെറ്റ്വർക്ക് ഓക്കെ ആണ്, നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും എക്സാമ്പിൾസ് ആണ് എയർ ലെയറിംഗിന്റെയും സെർപെന്റൈൻ ലെയറിംഗിന്റെയും. ഇനി ലെയറിംഗ് നടത്തിയിട്ടുണ്ടാവുന്ന പ്ലാന്റ്സിന്റെ പെക്യൂലിയാരിറ്റീസ്, ഇത് നിർബന്ധമായിട്ട് എഴുതണം കേട്ടോ. എക്സാമ്പിൾ നിങ്ങൾ എഴുതിയെടുത്തോളം മതി, അത്ര എക്സാമ്പിൾ മതി. ലെയറിംഗ് നടത്തിയ പ്ലാന്റ്സിന്റെ പെക്യൂലിയാരിറ്റീസ് ആണ് എന്ത്? possess the qualities of mother plant. മദർ പ്ലാന്റിന്റെ അതേ ക്വാളിറ്റി ഉള്ള പ്ലാന്റിനെയാണ് നമുക്ക് കിട്ടുക അല്ലെ? നമ്മൾ അതിന് നേരെ ഒടിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോ മദർ പ്ലാന്റിന്റെ അതേ ക്വാളിറ്റി ഉള്ള പ്ലാന്റിനെ ആയിരിക്കും നമുക്ക് കിട്ടുക. സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ. എന്താണ്? ചെറിയ സൈസ് ആണ്, പെട്ടെന്ന് അതിന്റെ ലൈഫ് സ്പാൻ അവസാനിക്കും. പെട്ടെന്ന് ലൈഫ് സ്പാൻ അവസാനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ലേ? പെട്ടെന്ന് തന്നെ മാങ്ങ ഉണ്ടായി അത് കഴിഞ്ഞു. അതല്ലെങ്കിൽ കുറെ നാളെടുത്തിട്ടൊക്കെ മാങ്ങയും ചക്കൊക്കെ ഉണ്ടാകുന്നതിനേക്കാളും നല്ലതല്ലേ പെട്ടെന്ന്? ഷോർട്ട് ലൈഫ് സ്പാൻ, പെട്ടെന്ന് ആയുസ് കഴിയുന്നതാണെങ്കിൽ ആ ആയുസിന്റെ ഉള്ളിൽ തന്നെ അത് എന്തുണ്ടാകും? പൂക്കും, കായ്ക്കും. അപ്പൊ ചെറിയ സൈസ് ആണ്, ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് അല്ലെ? എന്താണ്? പെട്ടെന്ന് പൂക്കും, പെട്ടെന്ന് കായ് തരും. ഇത് നമ്മള് നേരത്തെ ഗ്രാഫ്റ്റിംഗിലും കണ്ടതാണ്. ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്. പിന്നെ റിക്വയർ മോർ കെയർ. ലെയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നല്ല കെയർ കൊടുക്കണം. ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ടാവേ ഇല്ല. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ് ഉണ്ടാവുക, ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ടാവില്ല. പിന്നെ സാർ ആ സ്പെഷ്യൽ അറ്റൻഷൻ പേരൊന്ന് വായിച്ചേ. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ലെയറിംഗ് ആണ്. ലെയറിംഗിന്റെ അഡ്വാൻറ്റേജസ് ആണ് അടുത്തത് പറയാൻ പോണത്. ലെയറിംഗിന്റെ അഡ്വാൻറ്റേജസ്, ലെയറിംഗിന്റെ ആ ഷീറ്റിൽ നോക്കിയാൽ മതി. ലെയറിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലെയറിംഗ് ഈസ് പോസിബിൾ ഇൻ മെനി പ്ലാന്റ്സ്. കുറെ പ്ലാന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെയറിംഗ് ചെയ്യാൻ പറ്റും. Saplings with the qualities of the parent plant can be produced. എന്താണ്? പാരന്റ് പ്ലാന്റിന്റെ അതേ ക്വാളിറ്റി ഉള്ള തൈകളെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്യാം. Gives early yield അല്ലെ? പെട്ടെന്ന് തന്നെ വിളവെടുക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? വിളവ് കിട്ടും. Many saplings can be produced in a short period. വളരെ കുറഞ്ഞ പീരീഡിൽ എന്ത് ചെയ്യാം? ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കാം. ഇനി എന്തൊക്കെയാണ്? സമയം തരാം, ഞാൻ സ്ലൈഡ് തരാം, വെയിറ്റ്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ്? എന്തൊക്കെയാ? The size of the new plant will be small and the lifespan will be short. എന്താണ്? ഉണ്ടാവുന്ന പുതിയ ചെടിയുടെ സൈസ് ഭയങ്കര ചെറുതായിരിക്കും, അതേപോലെ അതിന്റെ ലൈഫ് സ്പാനും ഭയങ്കര ഷോർട്ട് ആയിരിക്കും. പക്ഷെ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നില്ല അല്ലെ? പക്ഷെ എന്താണ്? നമുക്ക് അധിക നാളൊന്നും അതിനെ കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. Saplings are prone to the carriers of diseases. ഡിസീസസ് വരാനുള്ള സാധ്യതയുണ്ട്. പേര് വിളിച്ചോ? സാറ് വിളിച്ചോ? ഇനി ഞാൻ പറയുന്ന ആൾക്കാരെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കണം. ആരൊക്കെയാണ്? വൈഗ കൃഷ്ണ, ഗംഗാ ശശിധരൻ, അനൈത്യ രാജീവൻ, ഋതുനന്ദ്, മുഹമ്മദ് റസാൽ, സഫ ഫാത്തിമ അഫ്സൽ, ഘനശ്യാം, അശ്വനി. ഇത്രയും പേര് ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യണം കേട്ടോ. ആരൊക്കെയാണ്? വൈഗ കൃഷ്ണ, ഗംഗാ ശശിധരൻ, അനന്ത്യ രാജീവൻ, ഋതുനന്ദ്, മുഹമ്മദ് റസൽ, സഫ ഫാത്തിമ, ഘനശ്യാം, അശ്വനി. ഓക്കെ. The new plant has no taproot. Taproot ഉണ്ടാവില്ല. So it may fall down due to wind. കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഏത്? ഈ ലെയറിംഗ് ചെയ്ത പ്ലാന്റുകൾ. റിക്വയർ മോർ കെയർ. നല്ല കെയർ വേണ്ട പ്ലാന്റുകളാണ്. ഇതൊക്കെയാണ് എന്ത്? ലെയറിംഗ് ചെയ്ത പ്ലാന്റുകളുടെ ഡിസഡ്വാൻറ്റേജ്. നല്ല കെയർ കൊടുക്കണം. കാറ്റത്ത് വീഴാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? ടാപ്പ് റൂട്ട് ഇല്ല, ഫൈബ്രസ് റൂട്ട് ആണുള്ളത് അല്ലെ? പിന്നെയോ സാപ്ലിങ്സ് ആർ പ്രോൺ ടു, ചിലപ്പോൾ ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെയോ ലൈഫ് സ്പാൻ ഷോർട്ട് ആയിരിക്കും, പ്ലാന്റിന്റെ സൈസ് ചെറുതായിരിക്കും. ഓക്കെ, സാർ ഒന്ന് വിളിച്ചേ. എന്താ അവരുടെ പ്രശ്നം എന്നറിയട്ടെ ഞാൻ. പവിത്ര, പവിത്ര കുട്ടി, പറഞ്ഞു മോളെ. ഹോൾസ് ഒന്നും ഇടണ്ട. റൂട്ട്സ് കുറച്ച് നാളായി കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, നമുക്ക് കാണാൻ പറ്റും റൂട്ട് പുറത്ത് വരുന്നത്. ആ പോളിത്തീൻ ബാഗിന്റെ ഉള്ളിൽ കൂടെ പുറത്ത് ലൂസായിട്ട് ടൈറ്റ് ആയിട്ട് വലിച്ചു കെട്ടല്ലേ ചെയ്യുക. അതിന്റെ ഒരു ഭാഗം ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ നമ്മൾ കെട്ടി വെക്കുക. അപ്പൊ നമുക്ക് തൊട്ട് നോക്കി അറിയാം അവിടെ റൂട്ട് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കേട്ടാ. ഓട്ട നമ്മൾ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കൊന്നും വേണ്ട, ഹോൾ ഇട്ട് കൊടുക്കൊന്നും വേണ്ട. കെട്ടുമ്പോ നമുക്ക് ലൂസ് ചെയ്ത് കെട്ടിയാൽ മതി കേട്ടാ. അടുത്തതാരാ സാർ?
സനുഷ്. സനുഷ്. സാറേ എനിക്ക് ബർത്ത്ഡേ എയർ ലെയറിങ്ങും ആ ലെയറിങ്ങും കുറിച്ച് പറഞ്ഞല്ലോ. എയർ ലെയറിങ് സെർപ്പന്റൈൻ ലെയറിങ് 2 ടൈപ്പ് ലെയറിംഗ് ആണ്. അത്രയും പഠിച്ചാൽ മതി. നിങ്ങൾ വലിയ കാര്യമായിട്ട് പഠിക്കണ്ട. 2 ടൈപ്പ് ലെയറിംഗ് ഉണ്ട്. എയർ ലെയറിംഗിൽ കണ്ട നമ്മൾ നേരത്തെ കണ്ട ആ ആനിമേഷനിലെ പോലെ അവിടെ തന്നെ കെട്ടി നമ്മൾ അത് കെട്ടിവെക്കുക. ആ ഒരു ഭാഗം നമ്മൾ കെട്ടിവെക്കുക. അത്രയുള്ള എയർ ലെയറിംഗ്. സെർപ്പന്റൈൻ ലെയറിംഗ് എന്താ? ആ കെട്ടിവെക്കണതിന് പകരം നമ്മൾ അത് നേരെ മണ്ണിലേക്ക് കണക്ട് ചെയ്യുക. ദേ ആ പിക്ചറിൽ കണ്ടോ? പിക്ചറിൽ കണ്ടില്ലേ? ആ കെട്ടിവെക്കണതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ആ ഭാഗം നേരെ മണ്ണിലേക്ക് ഇറക്കുക. എന്നിട്ട് അവിടെ നിന്ന് അടുത്ത പ്ലാന്റ് വരുമ്പോ അത് കട്ട് ചെയ്തിട്ട് വേറൊരു ചെടിയാക്കി മാറ്റുക. അതാണ് സെർപ്പന്റൈൻ ലെയറിംഗ്. കിട്ടിയാ? ഓക്കേടാ. ആ പറഞ്ഞോ. എനിക്ക് ആ എയർ ലെയറിന്റെയും സെർപ്പന്റൈൻ ലെയറിന്റെയും കൂടെ സ്ലൈഡ് മറ്റേ എക്സാമ്പിൾസ് അല്ലേ? എന്നാ അടുത്ത ആളാരെ സാർ? വൈകാരി. വൈകരി. വൈകരി. വൈകരി നെറ്റ്വർക്ക് ഇഷ്യൂ ആണല്ലോ. വൈകരി പറയണത് ക്ലിയർ ആവണില്ല. കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ അത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഞാൻ നിക്കാൻ പറഞ്ഞവര് ഇവിടെ നിക്കുക. പിന്നെ ഡൗട്ട് ഉള്ളവര് സ്റ്റേ ബാക്ക് ചെയ്യുക. അല്ലാത്തവർക്ക് ലീവ് ചെയ്യാട്ടോ. ഇപ്പൊ ലയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും ബഡിങ്ങും നമ്മൾ തീർത്തു, അവസാനിച്ചു. ഇപ്പൊ ഡൗട്ട് ഉള്ളവര്, സ്ലൈഡ് വേണ്ടവര് എല്ലാവരും ഇവിടെ നിക്കുക. ഞാൻ നേരത്തെ വിളിച്ച പേരുള്ള ആൾക്കാർ ഇവിടെ നിക്കുക. ബാക്കിയുള്ളവർക്കൊക്കെ ലീവ് ചെയ്യാം. അപ്പൊ ഓക്കെ തന്നെ. എല്ലാവർക്കും ബൈ. യെസ്.